ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഫ്രാൻസിൽ കേട്ടോ. ഈ ഒരു വീഡിയോയോടുകൂടി നമ്മുടെ ഫ്രാൻസിൻ്റെ ടൂറ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അതിനുശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. ഈ വീഡിയോയും കൂടെ കഴിഞ്ഞ് റൂമിലേക്ക് പോയതിന് ശേഷം ഇനി എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പം ഞാനങ്ങനെ പാരീസിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല മഴയുണ്ട്, യാത്ര പൂർണ്ണമാവാൻ സാധ്യതയില്ല. അപ്പോൾ വഴിയിൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കണ്ട്. ആ സൂപ്പർ മാർക്കറ്റിലങ്ങനെ കൊക്കമറക്ക് കണ്ട്. ആ കൊക്കമറക്ക് എടുത്ത് ഇങ്ങനെ ഞാൻ നോക്കി കേട്ടോ. ഒരു കൊക്കമർ എന്ന് പറഞ്ഞാൽ ഒരു കിലോയോളം വരും. ആവശ്യം പോലെ വാട്ടർ മെലനും ഇങ്ങനെ വെളിയിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം വെളിയിലാണ്, സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തൊന്നുമില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഇവരൊക്കെ വെളിയിലിട്ടാണ് സാധനം വയ്ക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് വൈകുന്നേരം കഴിഞ്ഞു. ഒരു 9 മണിയോട് അടുക്കുന്നുണ്ട് കേട്ടോ. നേരെ ഇരുട്ടാനുള്ള സമയമായി ഇങ്ങനെ വരികയാണ്. ഞാൻ എന്തായാലും പാരീസ് സിറ്റി ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അതോടൊപ്പം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും കാണണം എന്നുള്ള ഒരു ആശയിലാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷേ മഴ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്ലാനും തെറ്റും. നല്ല മൂടിയിട്ടുണ്ട്. അത് കാരണം മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കുട കരുതുന്നുണ്ട് കേട്ടോ. കുടയില്ലാതെ ഇവരൊന്നും പോകുന്നു വരുന്നൊന്നുമില്ല. ഇവരുടെ അടുത്തൊക്കെ കുടയുണ്ട്. അതുപോലെ തന്നെ റെയിൻ കോട്ടും ഇവർ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു നല്ലൊരു ഫ്ലവർ ഷോപ്പുണ്ട്. ഫ്ലവറും അതുപോലെ തന്നെ പിന്നെ ചെടികളും നല്ല നോക്കിയേ, ആവശ്യം പോലെ ഫ്ലവർ ബേസുകളും ഉണ്ട്. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഫ്ലോർ മൊത്തം. വഴിയരികിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ചെടികൾ വെച്ചിരിക്കുക കേട്ടോ. നല്ല ഭംഗിയുണ്ട് ചെടികളൊന്നും കരിഞ്ഞോ വാടിയോ ഒന്നും പോയിട്ടില്ല. ചെടികൾക്ക് വളരാൻ പറ്റിയ നല്ല കാലാവസ്ഥയാണ്. ഞാൻ പിന്നെ ഇവിടെ കുറേ അധികം കണ്ടു ബിൽഡിങ്ങുകളുടെ മേളിലൊക്കെ. അതായത് ഒരു വിൻഡോയിൽ ഇങ്ങനെ ചെടികൾ വളർത്തുന്നുണ്ട് കേട്ടോ. ആ ചെടികളൊക്കെ നല്ല വളർന്ന് നല്ല പച്ചപ്പോടുകൂടി നിൽക്കുന്നുണ്ട്. ഒരൊറ്റ ചെടികൾ ചീത്തയാവുമോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ വേസ്റ്റ് ഡ്രമ്മാണ് ഈ കാണുന്നത് കേട്ടോ. ഇതും ആ മേളിൽ കാണുന്ന ഒരു ക്ലിപ്പിൽ അവരുടെ ക്രെയിൻ വന്ന് പൊക്കിയെടുത്ത് ആ വലിയ ഡ്രമ്മിനകത്തേക്ക്, വണ്ടിയിലുള്ള ഡ്രമ്മിലേക്ക് നിക്ഷേപിക്കാൻ നിന്നത് കേട്ടോ. അവിടെ നോക്കിയാൽ തറയിലോ അല്ലെങ്കിൽ വേറെ എവിടെയും ഒരു വേസ്റ്റ് പോലും കൊണ്ടുവന്നിട്ടിട്ടില്ല. വേസ്റ്റൊക്കെ സൂക്ഷിച്ച് കറക്റ്റ് അതിനകത്തേക്ക് ഇടും. കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 9 മണിയായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ 9 മണിക്ക് സമയത്തിന് ശേഷം എല്ലാ കടകളും അടയും. ഈ കാണുന്ന അണ്ടർഗ്രൗണ്ട് കാണുന്നതെല്ലാം മെട്രോയാണ് കേട്ടോ. ഇതിൻ്റെ മെട്രോൻ്റെ അകത്തേക്ക് പോകാനുള്ള വഴികളാണ് ഈ കാണുന്നത്. അതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ മൊത്തം മെട്രോയാണ്. അതുകൊണ്ട് അതിൻ്റെ കോവണി മാത്രമേ ഇങ്ങ് മേളിലേക്ക് കാണുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ എം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് മെട്രോ. നമ്മുടെ നാട്ടിൽ മലബാർ ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ എം എഴുതി വെച്ചിരിക്കും പോലെ ഇവിടെ ഒരു എം എഴുതി. ഞാൻ ആദ്യം ഫ്രാൻസിൽ ചെന്നിറങ്ങിയപ്പോൾ ഈ എം ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു, എന്താ ഇവിടെ മലബാർ ഗോൾഡ് ഉണ്ടോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് മെട്രോയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ എം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് കോണിയും കാണാം. സ്ട്രീറ്റിലൊന്നും ആൾക്കാർ തീരെയില്ല. എവിടെ പോയി ആൾക്കാർ മറിഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ ഗൂഗിളിൽ നോക്കിയിട്ട് ഗൂഗിൾ പറയുന്നത് ഞാൻ ഇനി വെറും 700 മീറ്റേഴ്സ് എവേ ഫ്രം സിറ്റി എന്നാണ് പറയുന്നത്, പാരീസ് സിറ്റി. പക്ഷേ ഞാൻ ഈ പാരീസ് സിറ്റിയുടെ ഒരു കോലവും ഇവിടെ കാണുന്നില്ല. ജനത്തിരക്കും ഇല്ല. നമ്മളൊക്കെ മനസ്സിനകത്തൊരു പാരീസ് സിറ്റി ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആണല്ലോ. പക്ഷെ ഞാൻ ഗൂഗിളിൽ പാരീസ് സിറ്റിയുടെ പിക്ചറൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ അങ്ങനെ ഒരു നമ്മളെ മനസ്സിൽ കാണുന്നത് പോലുള്ള ഒരു തിരക്കുള്ളൊരു സിറ്റി അല്ല പാരീസ് സിറ്റി. അതിങ്ങനെ ഈഫൽ ടവറും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ ഇങ്ങനെ അടുത്തടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ് പിക്ചറിൽ. പക്ഷേ ഇതൊക്കെ വളരെ ദൂരെയാണ്. ഈ ഈഫൽ ടവർ എനിക്ക് തോന്നുന്നത് നമ്മൾ പാരീസ് സിറ്റിയിൽ നിന്ന് അറൗണ്ട് ഒരു 10-15 കിലോമീറ്റേഴ്സ് ദൂരെയാണ്.
ഇവിടെ നിന്നാലൊന്നും കാണാൻ പറ്റില്ല. ആം, ഇത് ഈഫൽ ടവർ. പക്ഷേ നമ്മൾ ഫോട്ടോയിൽ ഗൂഗിളിൽ കാണുമ്പോൾ ഇതെല്ലാം അടുത്തടുത്താണ് കാണിക്കുന്നത്. ഞാൻ ആ ഒരു മെൻറ്റാലിറ്റിയാണല്ലോ നമുക്കുള്ളത്. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ പാരീസ് സിറ്റി ഏറ്റവും അടുത്താണെന്ന്. അല്ല, പാരീസ് സിറ്റി എന്ന് പറയുമ്പോൾ അത്രത്തോളം സെറ്റപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നടന്ന് അവിടേക്ക് പോകാനൊരുങ്ങിയത്. പക്ഷേ അവിടെ അടുക്കും തോറും ഒന്നും കാണുന്നുമില്ല. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിളിൽ അത് കറക്റ്റായിട്ട് പാരീസ് സിറ്റിയിലേക്കാണോ ഞാനിങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു അരീന ഉണ്ട്. ഞാനങ്ങനെ ആ അരീന ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കുകയാണ്. ദേ ഈ നമ്മുടെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അരീന. പക്ഷേ ആ അരീന അവിടെ എത്തുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. എനിക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റിയില്ല. എല്ലാ ഡോസും അതും ഇതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് കാണാം. അവിടെ അങ്ങനെ പ്രവേശനമൊന്നുമില്ല. ഞാൻ ആകെ പെട്ടു എന്ന് പറയുമ്പോൾ ജസ്റ്റ് നല്ല മഴക്കാറുമുണ്ട്. നിങ്ങൾക്ക് കാണാം ആകാശം ശരിക്കും മേഘാവൃതമാണ്. കാലാവസ്ഥക്കാർ പറയുന്ന പോലെ ഞാനിങ്ങനെ കാലാവസ്ഥ പറയാം. എന്തായാലും ഞാൻ അരീനയിൽ കയറാൻ പറ്റിയില്ല. അതാണ് ഞാൻ തിരിച്ച് നടന്നു. മഴ ഏത് നിമിഷവും പെയ്യാം, ആ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു കുറച്ച് സംഭവങ്ങൾ കണ്ടു കേട്ടോ. ഈ റോഡ് സൈഡിലുള്ള വഴിയോടെ കച്ചവടക്കാരെ കണ്ടു. ഇത് ഈ കാണുന്നതൊക്കെ കടയാണ് കേട്ടോ. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഷോപ്പായി മാറും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്തിങ്ങനെ തുറന്നിരിക്കുന്ന കടകൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എല്ലാം ടൈം ഓവറായത് കാരണം എല്ലാവരും അടച്ചുപോയി. ഇത് വഴിയോര കച്ചവടക്കാരാണ്. കട കഴിഞ്ഞ് അത് അടച്ചിങ്ങനെ വയ്ക്കും. ഇവിടെ ഒരു ബുക്ക് ഷോപ്പ് മാത്രം തുറന്നിരിപ്പുണ്ട്. ഒരു 2-3 ഗ്രീൻ ഷോപ്പുകൾ ചേർന്ന ഒരെണ്ണമാണ്, ഒരൊറ്റ ബുക്ക് ഷോപ്പാണ് കേട്ടോ. ബുക്ക് ഷോപ്പും പ്ലസ് പിക്ചേഴ്സുമാണ് അവിടെ വയ്ക്കുന്നത്. ഇതാണ് ആ ഷോപ്പിൻ്റെ വ്യാപ്തി. കണ്ടോ, ഈ കാണുന്ന എല്ലാം ഷോപ്പുകളാണ്. 1-2 അല്ലെങ്കിൽ ഒന്നിലധികമോ ഷോപ്പുകളാണ്. പിന്നെ അത് ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടാവും പ്രത്യേകിച്ച് അപ്പുറ സൈഡിൽ കൂടെ വാഹനങ്ങൾ പോവും. ഇവിടെ സൈക്കിൾ പോകാൻ, ആൾക്കാർക്ക് നടക്കാൻ, ഓടാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ലൈനിൽ വരിച്ചിരിക്കുന്നുണ്ട്. ചെറിയ ഡാർക്കിലുള്ളത് സൈക്കിള്, ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെയുള്ളത് ഓടാനാണ്. അതിൻ്റെ ഇപ്പുറത്ത് ആൾക്കാർക്ക് നടക്കാനും പിന്നെ ഓടാനും ഒക്കെയുള്ള സ്ഥലമാണ്. ഇത് നോക്കിയേ, അതുവഴി ഇങ്ങനെ സൈക്കിളുകൾ പോകുന്നുണ്ട്. അപ്പുറത്തൂടെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ളായിട്ട് വാഹനങ്ങൾ പോകുന്നു. ഇത് 1 റോഡാണ്, അതുകൊണ്ട് വലിയ തിരക്കുമില്ല. പിന്നെ ഞാനിങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് കണ്ടതുണ്ട് ഒരു സ്റ്റീൽ ഫയലുകൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തൊരു ട്രീ ആണ് ഞാൻ കണ്ടത്. അത് പക്ഷേ ഒരു ഇരുമ്പ് സ്ട്രക്ചറിൽ ഉണ്ടാക്കിയ ഒരു ട്രീയുടെ മോഡൽ. അതിനകത്ത് നിറച്ച് ഈ ഫയൽസ് ഇങ്ങനെ കെട്ടി തൂക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നോക്കി അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. പക്ഷേ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല അത്. പക്ഷേ ഞാനൊരു ഇത്രയേ അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയുള്ളൂ. അവിടെ ഒരു ട്രീ ആണ്, അതിനകത്ത് കുറേ സ്റ്റീൽ ഫയൽസ് ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നു. അതുമാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, വേറൊന്നും മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഒരു മൊത്തത്തിലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി പാലറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കാറ്റടിച്ച് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ കല്ലുകൾ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അതും കണ്ടു. അവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് മുന്നിലേക്ക് പോയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്തു തുടങ്ങി. ആൾക്കാരെല്ലാം ഉള്ളവരെല്ലാം അവിടെ ഇവിടെയൊക്കെ കയറി എന്തൊക്കെയോ ചെയ്ത് ആരെയും കാണുന്നുമില്ല. പെട്ടെന്ന് നോക്കിയേ, ജനങ്ങളെല്ലാം ഫെയ്ഡ് ഔട്ടായി. കുറച്ച് ജനങ്ങളിങ്ങനെ ഉണ്ട്. നല്ല മഴയുണ്ട്. ആൾക്കാരൊക്കെ നനഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. എനിക്കും കൂടുതലിങ്ങനെ നനഞ്ഞ് നടക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ കടത്തിണ്ണയൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ കയറി നിൽക്കാനായിട്ട്. ഇപ്പം ബിൽഡിങ്ങുകളെല്ലാം ഈ ഷെയ്ഡില്ലാത്ത ബിൽഡിങ്ങുകളാണ്. അപ്പോൾ നമുക്ക് കയറി നിൽക്കാനും പറ്റില്ല, എവിടെ നിന്നാലും മഴ നനയും. ഞാനതുകൊണ്ട് ഒരല്പം കൂടി നടക്കാമെന്ന് വിചാരിച്ചു. നടന്നിട്ട് സിറ്റി സെൻറ്ററിൽ എത്തുന്നില്ല. പക്ഷേ ഗൂഗിൾ പറയുന്നത് സിറ്റി സെൻറ്ററായി. ഇതാണ് സിറ്റി സെൻറ്റർ. അപ്പുറത്ത് കാണുന്ന ആ ഒരു ലോങ് ബിൽഡിംഗ് ആണ് സിറ്റി സെൻറ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് സിറ്റി സെൻറ്ററിൻ്റെ ഒരു അടയാളവും കിട്ടിയില്ല. അവിടെ ഒന്നും കാണുന്നുമില്ല സിറ്റി സെൻറ്ററിൽ. നോക്കിയേ, കടകളെല്ലാം അടഞ്ഞു കിടക്കുക, എല്ലാം അടഞ്ഞു കിടക്കുക. ഒരൊറ്റ കട തുറന്നിട്ടില്ല, സകല കടകളും അടഞ്ഞിട്ടുണ്ട്. തീർത്തും ഞാൻ ബോറടിച്ചു. എന്ന് പറയുമ്പോൾ ഒരു ഒരു എന്താ പറയുക, ഒരു വലിയൊരു രാജ്യത്തിൻ്റെ സിറ്റി സെൻറ്റർ എന്നൊക്കെ പറയുന്നത് ഇതാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്.
പക്ഷേ ഗൂഗിള് ചതിക്കുമോ? ഇല്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ കറക്റ്റ് ഇപ്പോൾ ഗൂഗിളിൽ പറഞ്ഞിട്ടുള്ള പാരീസ് സിറ്റി സെൻറ്ററിലാണുള്ളത്. പക്ഷേ അവിടെ ഒന്നും കാണുന്നുമില്ല, ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുമില്ല, ജനങ്ങളുമില്ല, മഴയും തുടങ്ങി. അപ്പോൾ ആകെ ഞാൻ വട്ട് പിടിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്ന് എന്തായാലും തിരിച്ച് റൂമിലേക്ക് നടക്കാൻ തന്നെ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ എനിക്ക് റൂമിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം. അപ്പോൾ നാളെ രാവിലെ എൻ്റെ അവിടെ നിന്നുള്ള ജേണി തിരിച്ച് സൗദി അറേബ്യയിലേക്ക് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇനി എന്തായാലും ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി. എന്തായാലും നല്ല മഴയുണ്ട് കേട്ടോ, എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ സിറ്റി സെൻറ്ററിൽ എത്തിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ആയി ഞാൻ വീണ്ടും നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സീ യു, സ്റ്റേ ട്യൂൺ.